നമസ്കാരം. അപ്പോൾ സൂക്ഷ്മദർശിനി എന്ന പടം ഞങ്ങൾ കണ്ടു. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ചെറിയൊരു ബേസിൽ ജോസഫിൻ്റെ ഒരു വേറിട്ടൊരു അഭിനയം ദൃശ്യവിരുന്നാണ് സൂക്ഷ്മദർശിനി. പിന്നെ നസ്രിയ, പിന്നെ ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ KP സുൽത്താൻ്റെ മകൻ മറ്റേ പേര് സിദ്ധാർത്ഥ് വർദ്ധനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ക്രൈം ത്രില്ലറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ത്രില്ലറാണ്. സൂക്ഷ്മദർശിനി സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. ഒരു പക്ക കോമഡി, കൊമേഴ്ഷ്യൽ, സീരിയസ് എന്റർടൈൻമെന്റ്. അഭിലാഷാട്ടയാണ്. അപ്പോൾ സൂക്ഷ്മദർശിനി ഞാനും പെരേരയും കണ്ടു. കുറച്ച് തിരക്കുകളായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് റിവ്യൂ പറയാനുള്ള ടൈം കിട്ടി. തിയേറ്ററിൽ കൊടുത്തായിരുന്നു. അപ്പോൾ നല്ലൊരു സിനിമയാണ്. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, എന്താണ് സംഭവിക്കുന്നത്, അടുത്ത എന്താണ് സംഭവിക്കുന്നത്. ബേസിലിന്റെ അഭിനയം വേറെ ലെവലാണ്. കാരണം ഇനി സിനിമ കാണാനുള്ളതുകൊണ്ട് സസ്പെൻസ് പൊളിക്കുന്നില്ല. ബേസിലിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു പൊൻതൂവലാണ്. അഭിനയ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലാണ്. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ അഭിനയിക്കുന്ന ആരും വിചാരിച്ചില്ല. അതുപോലെ ആക്ടിംഗ് ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ മിന്നി മറിഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അമ്മ കഥാപാത്രം അവതരിപ്പിച്ച ചേച്ചിക്ക് നാച്ചുറലായിട്ട് അഭിനയിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഗ്രാമീണത തുളുമ്പുന്നൊരു സിനിമ തന്നെയായിരുന്നു. നല്ല പാട്ടുകളും BGM-ഉം ഡയറക്ഷനും എല്ലാം അടിപൊളിയാണ്. നമ്മുടെ റാഹേൽ മകൻ കോരയിലെ ഒരു നായികയില്ലാത്ത അഭിനയിച്ചിരുന്നു. റാഹേൽ മകൻ കോര സിനിമയിലെ നായിക അത് ഞാൻ കാണാൻ സാധിച്ചില്ല. അപ്പടത്തില് ഉണ്ടായിരുന്നു. പടത്തിലെ നായികയിൽ വർക്ക് ചെയ്തിരുന്നു. പെരേരയുടെ സുഹൃത്താണ് എൻ്റെ ഡയറക്ടർ. ഒരു പുതിയ സിനിമ ചെയ്യുന്നുണ്ടല്ലോ. അല്ല, അദ്ദേഹത്തിന് പൂജ പടത്തിൽ ചെയ്യുമായിരിക്കും. പൂജ ഉണ്ടായിരുന്നു വെച്ച്. അപ്പൊ എല്ലാവരും ആശംസകൾ ഈ അവസരത്തിൽ പറയാണ് സാറിന്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സിനിമയാണ്. കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ത്രില്ല് തോന്നിക്കുന്ന ഒരു സിനിമയാണ്. കാരണം എന്ന് വെച്ചാൽ ചിരിച്ചിരിച്ച് മരിക്കുന്ന ഒരേ സീൻസ് ഉണ്ട് അല്ലേ. പിന്നെ സെന്റിമെന്റ്സ് ഉണ്ട്. പിന്നെ നല്ല നല്ല എന്താ പറയാ, നമുക്ക് ലൈഫിൽ ചിരിക്കാൻ ഒന്നുണ്ടോന്ന് എനിക്കറിയില്ല. ചെറിയ ചെറിയ ചിരികൾ തിയേറ്ററിലുണ്ടായിരുന്നു. ഇതൊരു സീരിയസ് ത്രില്ലിംഗ് ആണ് സിനിമ, വേറിട്ടൊരു ത്രില്ലിംഗ്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു മൂവിയാണ് സൂക്ഷ്മദർശിനി. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണും അല്ലേ. ബേസിൽ ജോസഫിന് ഇഷ്ടമാണോ? ഓക്കെ, ബേസിൽ ജോസഫ് ഇഷ്ടപ്പെടുന്നവർ കാണുക. അല്ല, കഴിഞ്ഞ ദിവസം കണ്ടപ്പോ നുണക്കുവിന്റെ അത്രയും ഈ സിനിമ വന്നിട്ടില്ല. ഒരു വേഷം ചെയ്തല്ലോ, നുണക്കുഴിയിൽ ചെയ്തിരുന്നല്ലോ. ജിത്തു ജോസഫ് സാറിന്റെ നുണക്കുഴിയിൽ ഒരു വേഷം പെരേര ചെയ്തിരുന്നു. പിന്നെ ബേസിൽ ജോസഫിന്റെ ഒരു ഫാനാണ് പുള്ളിക്ക്, ഇഷ്ടമാണ് അല്ലേ. ഓക്കെ, താങ്ക് യു.